ഇത് നോക്കൂ, എന്താ രസം നോക്കൂ. പുതിന ചട്നി, പുതിനയും മല്ലിയുടെ ഇലയും കൂടി മിക്സിയിലിട്ടു, ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം ചെയ്യാൻ, അതിന് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് തൈര് ഒഴിക്കുക. അതായത് തൈര് നമ്മൾ ഒഴിക്കണം, വെള്ളം ഒഴിക്കരുത്. തൈര് ഒഴിച്ചിട്ട് അത് അസലായിട്ട് അരയ്ക്കണം. അപ്പൊ നമുക്ക് നല്ല പുതിന ചട്നി കിട്ടും കേട്ടോ. നമുക്ക് തൈര് ഒഴിക്കട്ടെ. മുളക് ഇടണം. മുളക് 2 പച്ചമുളക് ഇട്ടു, ഞാൻ ഉപ്പിട്ടു. തൈരാണ് ഒഴിക്കാൻ പോണത് കേട്ടാ. അസലായിട്ട് അരച്ചു നോക്കൂ, എന്ത് സുന്ദരിയായിട്ടായിരിക്കണേ. എന്താ അതിന്റെ ഭംഗി, അതിന്റെ ടേസ്റ്റ് ഭയങ്കരം. നമുക്ക് ഗ്രീൻ ചട്നി, അതായത് പുതിനയുടെ ഇലയും മല്ലിയുടെ ഇലയും ഈ വർഷക്കാലത്ത് കഴിക്കാൻ ഏറ്റവും ആവശ്യമുള്ളത്. എന്താ അതിന്റെ സ്വാദം. ചപ്പാത്തിക്ക് നല്ലതാ, പൊറോട്ടയ്ക്ക് നല്ലതാ, ചോറിന് നല്ലതാ, എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഇത് നിങ്ങൾ നോക്കണം. അത് എങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയണം. ഒരു പിടി മല്ലിയുടെ എടുത്തു, ഒരു പിടി പുതിയൻ്റെ ഇല എടുത്തു. നല്ലോണം വാഷ് ചെയ്യണം കേട്ടോ, അത് ഓർത്തോ. എന്നിട്ട് അത് അരിഞ്ഞ് മിക്സിയിലിട്ടു. ഒരു കഷ്ണം ഇഞ്ചി, ഒരു പീസ് ഇഞ്ചി അത് അരിഞ്ഞിട്ടു. ഇത്തിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 പച്ചമുളക് ഇട്ടു. ഇത്തിരി തൈര് ഒഴിക്കാം. തൈര് ആദ്യം ഒഴിക്കണം. എന്താ കാരണം വെച്ചാൽ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ അതിന്റെ സ്വാദ്. തൈര് ഒഴിച്ചിട്ട് അതിനെ അങ്ങോട്ട് അടിച്ചു നോക്കൂ കണ്ടോ, എന്താ സ്വാദ്, വളരെ സ്വാദ്. ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഈ ചട്നി, പുതിന മല്ലി ചട്നി.